SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. മലയാള മനസ്സിൽ ഇഷ്ടഗാന വസന്തത്തിന്റെ പൊന്നിളം പൂമൊട്ടുകൾ വിരിയിച്ച പ്രിയ പാട്ടുപൂരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ശ്രുതി വസന്തത്തിന്റെ വർണ്ണവീതിയിൽ നാദസൗരഭം പകരാനെത്തുന്നു കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. ആഹാ, ഇതെന്താണ് പാന്റ്? ഇങ്ങനെ ഒരു കുടം പോലത്തെ ഒരു പാന്റ്. എന്താണ് ഈ ഡ്രസ്സിന്റെ കണക്കുള്ള പാട്ടാണോ അതോ നേരെ റിവേഴ്സ് ആണോ? ഏത് പാട്ട്? പാലരുവിക്കരയിൽ. ചേടാ, പാലരുവിക്കരയിലൊക്കെ പോയിരിക്കണേ അല്ലേ മധു? ഒരു മുണ്ടും ഒക്കെ കൊടുത്ത് നല്ലൊരു ഷർട്ടൊക്കെ കെട്ടി പാലരുവിക്കരയിൽ അതൊക്കെ പാടുമ്പോഴത്തേക്ക് ആ ഒരു എന്താണെന്ന് വികാരം വരുന്ന ഒരു ഡ്രസ് വേണ്ട. ഇത് മറ്റേ യോയോ അല്ലേടെ ഇത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിലാവിൽ മണമൂറും മലർക്കുടിലിൽ, മാധവമാസ നിലാവിൽ മണമൂറും മലർക്കുടിലിൽ, മൗനം കൊണ്ടൊരു മണിയറ തീർക്കും മത്സകിനാനതിലൊളിക്കും. നീ വരുമോ നിൻ നീലത്തൂവലിൽ നിറയും നിർവൃതി തരുമോ? കുരുവി ഇണക്കുരുവി പാലരുവി കരയിൽ, പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ, പനിനീരുതിരും രാവിൽ കുരുവി ഇണക്കുരുവി.
കൃഷ്ണു, സർ. ഇതെന്താണ് വെച്ച് ഫ്ലറിഞ്ചിയല്ല? താങ്ക് യു സർ. എക്സലന്റ് പാടി കേട്ടോ അവനെ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഓൾമോസ്റ്റ് മോർ ദാൻ 95% വളരെ കൃത്യമായിട്ട് തന്നെ വന്നു. ഇനി ലാൻഡിങ് പ്ലേസിൽ ഒരു ശകലം ശ്രുതി. പക്ഷേ ഈ പാട്ടിൻ്റെ ഒരു സംഭവം എന്നറിയോ, ഇതിൻ്റെ ട്യൂണും ഇതിൻ്റെ ഓർക്കസ്ട്ര എല്ലാം വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ശ്രുതി പോയാൽ എന്ത് പോയാലും നമ്മൾ ആ സോങ്ങിലാണ് ശ്രദ്ധിക്കുന്നത്. സോങ്ങിൽ ഞാൻ നോക്കിയപ്പം മോൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൗണ്ടർ അവിടെ നിന്ന് പോകുന്നു. ഒരു ബന്ധവും ഇല്ലാത്ത, പക്ഷെ അത് വൃത്തിയായിട്ട് ചേരുന്നുണ്ട്. ഒന്ന് വായിക്കോ അത്. സൂപ്പർ. ഇത് ചെയ്തിരിക്കുന്ന അർജുന മാഷ അസിസ്റ്റ് ചെയ്തിരിക്കുന്ന R.K. ശേഖർ. അതാരാന്നറിയോ? നമ്മുടെയൊക്കെ AR റഹ്മാൻ അല്ലേ, റഹ്മാന്റെ അച്ഛൻ. ഓ, ആ മഹാൻ ഒരു വലിയ കൈ. നന്നായിരുന്നു. കാരണം വേറൊന്നും അതിൽ കൂടെ ഒന്നും പറയാനില്ല. അർജുന മാഷ്, ശ്രീകുമാരൻ തമ്പി, ദാസേട്ടൻ, ഒരു 3 പേരും കൂടെ വെച്ച് മനോഹരമാക്കിയ ഗാനം. കൃഷ്ണുവിൻ്റെ ശബ്ദത്തിൽ നിന്ന്, കൃഷ്ണുവിൻ്റെ രീതിയിൽ മോൻ നന്നായിട്ട് തന്നെ പാടി. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മിടുക്കനായിട്ട് വരുന്നുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ ഇട്ടോണ്ട് പോയി അല്ലേ? ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ മതി. മര്യാദയ്ക്ക് വന്നാ ഒന്നും വരുന്നില്ല. അതെ, ഡിസ്കോയ്ക്ക് വരുമ്പോഴത്തേക്ക് നീ ഒരു മുണ്ടൊക്കെ മടക്കി ഇട്ടോ. ഗോഡ് ബ്ലെസ് യു മോനെ. ഗോഡ് ബ്ലെസ്. ഓരോ റൗണ്ട് ഇങ്ങനെ മാറി മാറി വരുന്നവരും കൃഷ്ണജിത്ത് ഇങ്ങനെ കേറി വരുന്ന കാണുമ്പോൾ മനസ്സങ്ങ് നിറയുന്നുണ്ട്. കൃഷ്ണ സൂപ്പർ. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞൊരു 20 ദിവസത്തിലുള്ള ചേഞ്ചാണ് കൃഷ്ണജിത്തിന്. ഇപ്പം മോൻ പാടുന്ന സമയത്ത് മോന് പാട്ടിന്റെ സോൾ മനസ്സിലായി തുടങ്ങി. അതായത് സംഗതികൾ മാത്രമല്ല, സംഗതികൾ എങ്ങനെ ഇടണം എന്നുള്ളൊരു സംഭവം, ഫീല്, ഡൈനാമിക്സ് എല്ലാം. അതും ഇങ്ങനത്തെ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ക്ലാസിക്സ് അല്ലേ. ഇതുപോലത്തെ പാട്ടുകൾ മോൻ ഇതുപോലത്തെ എക്സ്പ്രഷൻ ഇട്ട് പാടുമ്പം ഇതിൽ കൂടുതൽ നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. അഫ്കോഴ്സ് ചെറിയ സ്ലിപ്സ് അത് നാച്ചുറലാണ്. അതൊരു മനുഷ്യനാവുമ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണെങ്കിൽ ഇനി കയറാൻ അധികം ആർക്കും വലിയ ഡിസ്റ്റൻസ് ഇല്ല. ഫിനാലേക്ക് റെഡി, വലിയ സമയം വേണ്ടിനി. കാരണം മറ്റേത് 2 വർഷം എടുത്തെങ്കിൽ ഇത് 6 മാസം മതി. അതെ, അതിനിപ്പോൾ 5 കഴിഞ്ഞു. അപ്പം എന്തായാലും നെക്സ്റ്റ് ബാച്ച്, അതായത് ടോപ്പ് സിംഗർ സീസൺ 2 വന്ന ബാച്ച് ഇത്രയും പോളിഷ്ഡും ഓൾമോസ്റ്റ് ഈക്വൽ ടു പ്ലേ ബാക്ക് സിംഗേഴ്സ് എന്നുള്ള ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതും ചെറിയ കുട്ടികളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജഡ്ജസിനും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും എല്ലാവർക്കും ഒരു ട്രീറ്റാണ് നിങ്ങൾ തരുന്നത്. മോൻ അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. എനിക്ക് കാര്യമായിട്ട് ഇതിൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീനുട്ടി, അതായത് 6 മാസം മതിയാവുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരും സമ്മതിക്കൂ. നമ്മുടെ പ്രേക്ഷകർ മിനിമം ഒരു 2 വർഷമെങ്കിലും പിള്ളേർ പാടി കേൾക്കാൻ ആഗ്രഹിക്കും. അത് ഉറപ്പാണ്. കാരണം പ്രത്യേകിച്ച് സീസൺ 2 കൃഷ്ണു എന്തായിരുന്നു കൃഷ്ണു ഇത്? അസാധ്യമായിട്ട് പാടി. വളരെ ക്ലീൻ പെർഫോമൻസ് ആയിരുന്നു. ഓരോ വാക്കുകളും കൃത്യമായിട്ട് പറഞ്ഞു. സംഗതികൾ വളരെ ക്ലീൻ ആയിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ? അങ്ങനെ തോന്നുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഓരോ പാട്ടും സെലക്ട് ചെയ്യുമ്പം മേ ബി ഈ റേഞ്ച് വളരെ പെർഫെക്റ്റ് ആയിരുന്നു കൃഷ്ണനെന്ന് എനിക്ക് തോന്നി. കൂടുതൽ മുകളിൽ നോട്ട്സ് ഇല്ല അത്രയ്ക്കും. ഇനി പാട്ടെടുക്കുമ്പം ഇങ്ങനത്തെ ഒരു റേഞ്ച് വളരെ സൂട്ട് ആവുന്നു. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെച്ച് പാട്ട് സെലക്ട് ചെയ്യാം. വേറെ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാൻ. ഗംഗക്കര തോട്ടം കന്നിപ്പെൺകൾ കൂട്ടം കണ്ണൻ നടുവിനിലേ ഓ കണ്ണൻ നടുവിനിലേ. ഇത് സുധീർ ധന്യാസി ബേസ് ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു ലൈൻ വളരെ അങ്ങനെ തോന്നി. അപ്പോൾ മോൻക്ക് വേണ്ടിയാണ്. ഇനി ഞങ്ങളും പാട്ട് പാടുമ്പം നമ്മൾ മാർക്ക് ഇടണ്ടേ അവിടെ? പ്ലീസ് ഇടരുത്. അതൊരു പേടിയാണ് എനിക്ക്. ഓ ഇവര് കറക്റ്റായി പാടിയോ, അവിടെ ശ്രുതി പോയി, ഇവിടെ സംഗതി വന്നില്ല, അങ്ങനെ പറഞ്ഞാലോ അത് വീട്ടിലെ സംസാരിക്കത്തു അല്ലേ? ഇവരുടെ ഫാമിലി മുഴുവൻ കൂടിയിരിക്കുമല്ലോ. അത് ശരി, പാടിയില്ലല്ലോ ജഡ്ജ് അല്ലേ? അങ്ങനെ പറയുന്നുണ്ടോടാ?
എടാ നിന്റെ ആ പറച്ചിലിന്ന് മനസ്സിലായി. ഇല്ല സർ ഇല്ല ഇല്ല. അയ്യടാ ജസ്റ്റ് വെറുതെ കളിയാക്കി പറഞ്ഞു. എന്നാലും ഞങ്ങളും കുറച്ച് കറക്റ്റ് ആക്കട്ടെ. മ്യൂസിക് ഒരു പ്രോസസ്സാണ്. അത് പെർഫെക്റ്റ് ചെയ്യാൻ ഈ ഒരു ജന്മം പോരാ അല്ലേ. നമ്മൾ പെർഫെക്റ്റ് ചെയ്തോണ്ടേ ഇരിക്കാം. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ട്രൈ ചെയ്ത് ഒരു നല്ല ലെവലിലേക്ക് എത്താം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം, താങ്ക് യു. കൃഷ്ണജിത്ത് സാർ. ബിലീവർ ആണോ? യെസ്. അതെ. എന്തായാലും കൊള്ളാം. വിശ്വാസം കൈവിടിയണ്ട. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. വന്ന ആ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി താഴത്തേക്ക് പോവാതെ ഇത് തന്നെ ഇതിനേക്കാളും നന്നാക്കാനും ശ്രമിക്കണം. ഇതുപോലെ ഈ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് പോവുക കേട്ടോ. എനിക്കും തോന്നുന്നു ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ പാടുമ്പോഴാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. നേരെ ബന്ധമില്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരിക. മോൻ ഇപ്പോൾ പാടിയ പാട്ട് ഇപ്പോൾ അനു പറഞ്ഞ പോലെ ഒരു ശുദ്ധധന്യാസിയുടെ റൂട്ടിലാണ്. പക്ഷെ പല നോട്ടുകളും കയറി വരുന്നുണ്ട് ഇടയിൽ. ഈ പാട്ട് മോൻ പാടിയപ്പോൾ എനിക്ക് പാടാൻ തോന്നുന്നൊരു ഗാനം ഞാൻ പാടിയ പാട്ട് തന്നെയാണ്. രവീന്ദ്ര മാഷിൻ്റെ മകൻ സാജൻ മാധവ് മ്യൂസിക് ചെയ്ത പാട്ടാണ്. വൃന്ദാവനമുണ്ടോ രാധേ നീയില്ലാതെ, മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ, അരിമുരളിക പാടി ഗോപാംഗനയോടായി നീയില്ലാതിനിയുണ്ടോ, യദുകുല സന്ധ്യകൾ പകലുകൾ ഇരവുകൾ, വൃന്ദാവനമുണ്ടോ രാധേ നീയില്ലാതെ, മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ. അപ്പൊ മോനെ അപ്പൊ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവാ നല്ല ഇമ്പ്രൂവ്മെന്റോട് കൂടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. കൃഷ്ണു ഞങ്ങൾ തരുന്നു 9.5 out of 10. താങ്ക് യു സർ. താങ്ക് യു. 9.75. താങ്ക് യു സർ. ഞാനും അനുമാമും ചേർന്ന് തരുന്നു 10 out of 10. താങ്ക് യു സർ. താങ്ക് യു. ആദ്യം ഇങ്ങനത്തെ ഒരു ക്ലീൻ പെർഫോമൻസ് അല്ലേ അത്. ഓഫ് കോഴ്സ് അത് അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 10. അതെ. താങ്ക് യു സർ. താങ്ക് യു. So you got 29.25 out of 30. താങ്ക് യു സർ. താങ്ക് യു. ഇത് കൃഷ്ണജിത്തിന്റെ ഏറ്റവും ഹൈയസ്റ്റ് ആണോ? അതെ സർ. Congratulations, you have an A Golden Crown. മക്കളെ ആടിയൊരു യോ യോ പോക്കറ്റ്. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. എക്സാം ഡേയ്സ് ഒക്കെ അടുത്തു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഒരു ടൈമിൽ വളരെ കൃത്യമായി എക്സാം ഓറിയന്റഡ് ആയി പഠിക്കാൻ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ കൂട്ടുകാർക്കായി ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തി ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് 50% ഡിസ്കൗണ്ടിൽ കൂട്ടുകാർക്ക് 90+ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. നെഞ്ചിൽ വാത്സല്യ ചിരി നിറച്ച കുഞ്ഞു പാട്ടുകാരുടെ പാട്ട് പൂമരത്തിൽ മധുരഗാനവുമായി കോഴിക്കോട് നിന്നും കൃഷ്ണശ്രീ എത്തുന്നു. വെൽക്കം കൃഷ്ണശ്രീ ഓൺ സ്റ്റേജ്. എന്താണ്ട് വിശേഷം? എടാ, എനിക്ക് ടോപ്പ് സിംഗറിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. അതിൽ നിനക്ക് പാടാൻ അറിയാവോ? ഓഡിയൻസ് ആയി അവിടെ പോയിരുന്നിട്ട് കൈയടിക്കാൻ എന്തിനാടാ പാട്ട് അറിയണത്? ജഡ്ജസിന്റെ ഒക്കെ കൂടെ ഫോട്ടോ എടുത്തോ? പിന്നെ ദേ നോക്ക്, MG സാറുമായിട്ട് നിൽക്കണ ഫോട്ടോ. അതിനിത് ക്ലിയർ അല്ലല്ലോ. ഫോട്ടോ എടുത്താൾ ചിരിക്കാൻ പറഞ്ഞപ്പോ MG സാർ കുലുങ്ങി ചിരിച്ചതാ, ബ്ലറായി പോയി. എന്നാ പിന്നെ നിനക്ക് വേറെ എടുക്കാൻ പാടില്ലായിരുന്നു. ഏയ് അത് പറ്റൂല, പുള്ളി ഒറ്റ ടേക്കിന്റെ ആളാ. മീനുക്കുട്ടി വരുന്നു. ആരാടാ മീനുംകുട്ടി വന്ന? പോയി കയ്യേറടാ. ഓ അതല്ലടാ, നിന്റെ മീനുക്കുട്ടി വരുന്നു. എടാ, ഇന്നല്ലേ അവള് നിനക്ക് മറുപടി തരാന്ന് പറഞ്ഞത്? ആ, ഇന്ന് മറുപടി തരാന്ന് പറഞ്ഞത് അവളായിരുന്നല്ലേ? ആ അനുരാധയാണെന്നും പറഞ്ഞ് ഞാൻ ഇത്രയും നേരം അവളുടെ ക്ലാസ്സിൽ പോയി നിൽക്കുമായിരുന്നു. മീനാക്ഷി? യക്ഷിയോ?
അയ്യോ മീനാക്ഷി അല്ല, മീനാക്ഷി. എന്താ ടിൻഡു? 143. മനസ്സിലായി. സിനിമയിലെ പോലെ ഐ ലവ് യു എന്നല്ല പറഞ്ഞത്, 143. എടാ പോട്ട, അവൻ പറഞ്ഞ 143 ഐ ലവ് യു എന്നല്ല. 143 രൂപ അവളോട് കടം ചോദിച്ചയാ. ഗുഡ് നൈറ്റ് ടീച്ചർ. എന്തിനാണ് ഇപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞേ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് അല്ലേ പറയേണ്ടത്? ചിഞ്ചു ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കാശാണെങ്കിൽ ചോദിക്കരുത്, 10 പൈസയില്ല. അതല്ല, നീ നമ്മുടെ ഹെഡ് മാസ്റ്ററിനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങളാടാ പറയുന്നേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഹെഡ് മാസ്റ്റർ കൈതാണ്, ബുദ്ധിയില്ലാത്തവനാണെന്ന് നീ പറഞ്ഞില്ലേ? ഇല്ല ടീച്ചറെ, ഞാൻ പറഞ്ഞില്ല. ഹെഡ് മാസ്റ്റർ നമ്മുടെ ഈ സ്കൂളിന് അപമാനമെന്ന് നീ പറഞ്ഞില്ലേ? അയ്യോ ഇല്ല, പറഞ്ഞില്ല. ഹെഡ് മാസ്റ്റർ ഇവിടുത്തെ ടീച്ചർമാരുടെ പുറകെ നടക്കുവാണെന്നും പുള്ളിക്കാരൻ ഒരു പഞ്ചാരയാന്ന് നീ പറഞ്ഞില്ലേ? ആണോ? അതെനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ എല്ലാരോടും പറഞ്ഞേക്കാം. ഓ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ, ക്ലാസ് തുടങ്ങാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞോളാം. മാൻ നല്ല കലമാൻ കാട്ടിലെ മാൻ
അയച്ചത്? ഞാനൊന്നും മെസ്സേജ് അയച്ചിട്ടില്ല. ഫോൺ എടുത്ത് നോക്ക്, അപ്പ അറിയാം. ആ ടിൻഡു മോനാ മെസ്സേജ് അയച്ചേ. നിനക്ക് നേരത്തെ പോണെന്ന് പറഞ്ഞിട്ടല്ലേടാ ഞാൻ മെസ്സേജ് അയച്ചത്. ആ അത് ശരി. അപ്പൊ നീ തന്നെ ആയിരുന്നല്ലേ തിങ്കളാഴ്ച വരുമ്പോ നിന്റെ അച്ഛനെയും കൊണ്ടല്ലാതെ ഈ ക്ലാസ് റൂമിൽ കയറി പോരുത്. ടീച്ചർ ഇവിടെ ഇല്ലാതെ അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് എന്ത് കാര്യം? ഞാനവിടെ പോവാൻ. ടീച്ചറിന് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമല്ലോ. അതെന്തിനാ? ബെല്ലടിക്കാൻ മാത്രമല്ല ടീച്ചറിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചത്. പിന്നെ മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചോണ്ട് വേറൊരു മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ട്. ആർക്ക്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. കൃഷ്ണോ, എന്താ സാർ? കലയ്ക്ക് മോളെ. താങ്ക് യു സാർ. എന്തൊരു മേക്ക് ഓവർ ആണ്. കണ്ണാടിയൊക്കെ വെച്ച അസലൊരു വടിയായിട്ട് വന്നപ്പോ ടീച്ചർ തന്നെ കേട്ടാ, ഒരു വ്യത്യാസമില്ല. പിന്നെ പാടിയതിനകത്ത് വെച്ച് ഫൺ എലിമെന്റ് ഉള്ള സോങ് ആണ്. അതിനകത്ത് നന്നായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശാലം ശ്രുതിയുടെ ഒരു പ്രശ്നം തോന്നി. സത്യമായിട്ട് ഇവിടെ നിന്ന് ഒരുപാട് എൻജോയ് ചെയ്യായിരുന്നു. താങ്ക് യു സാർ. ആ നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ കണ്ണ് എടുക്കാതെ കണ്ടുകൊണ്ടിരിക്കും. അത്രയ്ക്ക് നല്ല സ്കിറ്റ് നന്നായിരുന്നു. എക്സെപ്റ്റ് കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഒരു സംശയം, നോ പ്രോബ്ലം. പിന്നെ ആ ടൈമിങ് വരണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമുണ്ട്. ചോദിച്ചത് ആൻഡമാൻ, നോ നോ നോ, ഒമാൻ, കറക്റ്റ്. അതിന്റെ കറക്റ്റായിട്ട് ആ ടൈമിങ്ങിൽ വീഴുക. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പാട്ട് അടിപൊളിയായിട്ട് മോള് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടത് പാട്ടിൽ തന്നെ നമ്മൾ ഇവിടെ സ്ഥിരം കളിക്കുന്ന കുറെ കുസൃതി ചോദ്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. എല്ലാം വന്നു. എന്റെ 2 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ പാട്ടിന്റെ ലിറിക്സ് കണ്ടപ്പോ ഓർത്ത് ഇതൊന്ന് 2-3 മാറ്റി വെച്ചാലോ, ഇത് ഇവിടെ തന്നെ ഇട്ട് കൃഷ്ണശ്രീ ഇല്ലാത്ത സമയത്ത് ഇട്ടാ പോരെ. കൃഷ്ണശ്രീയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കാണാപ്പാടം പഠിച്ചതല്ലേ ഈ പാട്ട്. പക്ഷെ മീനൂട്ടീനെ അടുത്ത് ഇതൊരു 10 പ്രാവശ്യം മുമ്പിലിരുന്ന് വായിച്ചാലും 11 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ മീനൂട്ടി ബ്ലാങ്ക് ആയിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അല്ല, ഇപ്പൊ എല്ലാം മാറി. അവള് പെട്ടെന്ന് പറയുന്നുണ്ട്. അതെ, അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലിറിക്സിന് ഇങ്ങനത്തെ കുസൃതി ചോദ്യങ്ങൾ കുറെ ഉണ്ടെങ്കിൽ കൂടെ ആ ലിറിക്സിനെ വളരെ നല്ലൊരു ട്യൂണുമായിട്ട് ഇങ്ങനെ കോർത്ത് കൊണ്ടുപോയില്ലേ കമ്പോസറും ആ ലിറിക് റൈറ്ററും. അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇത്ര മനോഹരമായിട്ട് ഒരു കഥ പറയുന്ന പോലെ മാൻ 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 വെച്ച് പോയി ഇവര് കുറെ കഴിയുമ്പോൾ മീൻ മീൻ മീനാവും അല്ലേ. അതൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് കുറച്ചും കൂടി മോള് ഇന്ററാക്റ്റീവ് ആയിരുന്നെങ്കിലോ എന്ന് എനിക്ക് തോന്നി. മോള് ജസ്റ്റ് ഇങ്ങനെ വളരെ സ്റ്റഡി ആയിട്ട് നിന്ന് പാട്ട് കുഴപ്പമുണ്ടായിട്ടല്ല, കുറച്ചും കൂടിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പാടാൻ മതി. എന്തായാലും മോള് പാടിയത് എന്തായാലും അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു. പിച്ചിങ്ങിന്റെ കാര്യത്തിൽ മോള് കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം നന്നായിട്ടുണ്ട്. അടിപൊളി. ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികൾക്കും അങ്കിളുടെ വക കയ്യടി. ക്രിസ്മസ് ട്രീ എന്തോ സത്യത്തിൽ നീ ഇവിടെ സ്കിറ്റ് ചെയ്തപ്പോ ഞാൻ നമ്മുടെ കണ്ടസ്റ്റന്റ് എവിടെ അപ്പൊ പിന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് ടീച്ചറായിട്ട് അഭിനയിക്കുന്നതെന്ന്. അസാധ്യമായിരുന്നു കേട്ടോ ഈ വേഷം. സത്യം പറയണെങ്കിൽ കൃഷ്ണശ്രീ, ഞാൻ ഈ ചോദ്യം ചോദിച്ചു അല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഏത് മാൻ ഏത് മീൻ. പിന്നെ ഞാൻ പാട്ട് വിട്ടു. എനിക്ക് പാട്ടിന്റെ ശ്രദ്ധ കുറച്ച് പോയി കേട്ടോ. ബിക്കോസ് ഞാൻ സീരിയസ്ലി ചിന്തിക്കാൻ തുടങ്ങി. അതെ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ പിടികിട്ടിയില്ല. എന്നാലും ആ പെർഫോമൻസ് വളരെ ക്യൂട്ടായിരുന്നു. പിന്നെ വിച്ചു തിരുമല സാറിനെ തീർച്ചയായിട്ടും നമ്മൾ പറയണം. ഒരു ക്രിയേറ്ററിൻ്റെ ആ ഒരു വേർഡ് പ്ലേ അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാട്ടുകൾ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി കണ്ണദാസൻ സാർ അങ്ങനെ ഒരു വലിയ ലെജൻഡാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അവർ എഴുതിയ ചില ഇങ്ങനത്തെ പാറ്റേൺസ് വെച്ച് ഇങ്ങനെ യാർ ഊർ പേർ എല്ലാം അങ്ങനെ ഒരു റൈമിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു താൻ വെച്ച ഒരു പാട്ട്, അത്താൻ എന്നത്താൻ അവർ എന്നൈത്താൻ എപ്പടി சொல்வேனடி അവർ കൈയைத்தான் கொண்டு மெல்லத்தான் வந்து கண்ணைத்தான் എപ്പടി சொல்வேனடி. ഇങ്ങനെ താൻ ഉള്ള വാക്കുകൾ കൊണ്ട് ഒരു ഫുൾ അങ്ങനെ പാട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. കൃഷ്ണ ടീച്ചറെ എന്തോ നന്നായിരുന്നു കേട്ടോ പാടിയത്. താങ്ക് യു സാർ. വളരെ വളരെ നന്നായിട്ട് പാടി. കുറച്ച് പിച്ചിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ എനിക്ക് മോളെ കണ്ടപ്പോൾ എന്നെ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ലൈല ടീച്ചറുടെ ഓർമ്മ വരുന്നു. ആ ഒരു ഛായ ഈ വേഷത്തിൽ. ആ ടീച്ചർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി.
ശ്രുതിയുടെ കാര്യമാണ് മോളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. നല്ല വോയിസ് ആണ്, കേൾക്കാൻ നല്ല രസമുള്ള ശബ്ദമാണ്. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, കാണാനും, നിങ്ങളുടെ സ്കിറ്റ് കാണാനും. ഓക്കെ, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സലീൽ ദാ ചെയ്ത മേലെ പൂമല താഴെ തേനല കാറ്റേ വാ, പാലത്തും കഞ്ഞിക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ഞളിൽ കാറ്റേ വാ നീ വാ നീ വാ. മേലെ പൂമല താഴെ തേനല കാറ്റേ വാ, പാലത്തും കഞ്ഞിക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ഞളിൽ കാറ്റേ വാ നീ വാ നീ വാ. എന്തായാലും കലക്കി മോളി. ശ്രുതിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കൃഷ്ണു, ഇന്ന് അങ്കിള് തരുന്ന മാർക്ക് 8.75 ഔട്ട് ഓഫ് 10. മോൾക്ക് ഞാൻ തരുന്നത് 8.5. മോൾക്ക് ഞാനും അനുമാമും ചേർന്ന് തരുന്നു. ഈ പിച്ചിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ 8.25. അപ്പൊ നല്ല മാർക്കല്ലേ? 25.575. അപ്പൊ ടോട്ടൽ എത്രയാണ്? 25.5 ഔട്ട് ഓഫ് 30. And you have A extreme. So ആടി ഒരു man poverty. Congratulations, you are awarded A extreme. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. തുളരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ, വായു 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 വായു. ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ, വായു 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 വായു. പാട്ടിന്റെ പനിനീർ നിലാവൊഴുക്കുമായി നമ്മുടെ സ്വന്തം ദേവനന്ദക്കുട്ടി എത്തുന്നു. വെൽക്കം ദേവൂട്ടി ഓൺ സ്റ്റേജ്. ഹലോ നന്ദു. ഇതെന്താടി ദേവനന്ദു, സൂപ്പർ ആയിരിക്കുന്നില്ലേ? മാലാഖ്യാ നീ? യക്ഷി. എല്ലാം കഴിഞ്ഞു പോകേണ്ടത്. ഏത് യക്ഷി പാട്ടാണ്? പൊട്ടാത്ത പൊന്നിൻ സൂപ്പർ സോങ്. ജാനകിയമ്മയല്ലേ? നീ അത് കലക്കും കേട്ടോ, സംശയമില്ലാത്ത. ശ്രുതി ചേർത്ത് അതിന്റെ സംഗതികളൊക്കെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ഓർത്ത് പാടിയാൽ യക്ഷി ഓടിപ്പോവും. മീനുട്ടിക്കതല്ലേ വേണ്ടേ? എനിക്കത് മതി. ഉറപ്പായിട്ട് ഇവിടെ പാടിക്കഴിയുമ്പോ യക്ഷിയും കാണത്തില്ല, എന്താണ് പിശാചും കാണില്ല, ഒന്നും കാണില്ല. അവരൊന്നും വേണ്ട. തൽക്കാലം നമ്മൾ പാട്ടിൽ ഫോക്കസ് ചെയ്യാം. ഫോക്കസ് എന്തൊക്കെയാ? ഫോക്കസ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കെട്ടി
MSD നല്ല പാട്ട്, ഭാസ്കരൻ മാഷ്, ബാബുരാജ്, ഭാർഗവി നിലയൻ, സൂപ്പർ ഹിറ്റ് ഫിലിം. നന്നായിട്ട് പാടിയിട്ടുണ്ട്, അസലായിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. ഇതിനകത്ത് മോക്കിന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എല്ലാ സ്ഥലങ്ങളും മനോഹരമാണ്, സംഗതികളും എല്ലാം, പക്ഷേ ബ്രത്ത് കിട്ടുന്നു. ഈ ബ്രത്ത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഈ പല സ്ഥലങ്ങളിലും മുറിക്കുമ്പോൾ നമുക്കൊരു ഒരു താളം ഇങ്ങനെ തള്ളും. പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടു, അതിൽ തന്നെ കിടക്കണം മോള്. അത് ശ്വാസം മുട്ടുന്നുണ്ട്. കിനാവ് കൊണ്ടൊരു പട്ട് നൂല് ചെട്ടി, ഞാൻ അതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ താളത്തിൽ നിന്ന് വിട്ടുപോകും. ശ്വാസം പിന്നെ തിരിച്ചെടുത്തിട്ട് വേണ്ടേ താളത്തിലോട്ട് കയറാൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എനിക്ക് ആ സംഗതി ഒന്നുകൂടെ കേൾക്കണേ. എങ്ങു പോയി തൊട്ട് ഫുള്ളായിട്ടൊന്ന് പാടി വന്നേ ലാസ്റ്റ്. മരണം മാടി ദൈവതം ഉണ്ട് അവിടെ. മരണം മാറി വിളിക്കുന്നതിൻ മുൻപിൽ കരളിന്റെ ദേവനെ കാണുമോ ഞാൻ, കരളിന്റെ ദേവനെ കാണുമോ ഞാൻ, കരളിന്റെ ദേവനന്ദ കുട്ടി, എനിക്ക് ഇത് മോളുടെ ലയത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മോൾക്ക് സിംഗിങ് എക്സ്പ്രഷൻ വളരെ നന്നായിട്ടുണ്ട്, സിംഗിങ് എക്സ്പ്രഷൻ. പക്ഷേ ഈ എക്സ്പ്രഷന്റെ ബ്യൂട്ടി മൊത്തം മോളുടെ ബ്രെത്ത് മാനേജ്മെന്റ് ശരിയല്ലാത്തതുകൊണ്ട് ആ ബ്യൂട്ടി നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ വെറുതെ ഇപ്പം മോള് ഇപ്പൊ ഈ തബലയും ഈ റിതം കമ്പോസറും ഇല്ലാതെ വെറുതെ അൺപ്ലഗ്ഡ് ആയിട്ട് നമുക്ക് ആഡ്ലിപ്പായിട്ട് പാടാനാണെങ്കിൽ മോള് അടിച്ച് പൊളിക്കും ഈ പാട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങൾ മോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അടച്ച്, അതാണ് അൺപ്ലഗ്ഡിൻ്റെ സ്റ്റൈല്. പക്ഷെ സ്റ്റഡി ടെമ്പോ വരുമ്പം നമ്മളുടെ ബ്രെത്ത് മാനേജ്മെൻറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എങ്ങു പോയി എന്നുള്ള ലൈനാണ് ഇപ്പോൾ മോളെ പാടിപ്പിച്ചത്. ഞാൻ നോക്കായിരുന്നു എങ്ങു പോയി അത് കഴിഞ്ഞ ഉടനെ തന്നെ ജസ്റ്റ് എങ്ങു പോയി ഒരു വാക്ക് 2 പ്രാവശ്യം പറയുമ്പോഴേക്കും മോളുടെ സ്റ്റോക്ക് തീരുകയാണ്. പിന്നെ എടുക്കുകയാണ്, പിന്നെ എന്നാത്മനായകൻ 2 വാക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും മോള് പമ്പ് ചെയ്യാണ്. ആ റീസെറ്റിംഗ് ഇസ് ടു ഷോർട്ട്. പക്ഷെ എനിക്ക് വേറെന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം ഇതിനേക്കാളും ഒക്കെ എത്രയോ ലോങ്ങർ ബ്രെത്ത് മാനേജ്മെന്റ് മോൾ ഈ സ്റ്റേജിൽ വന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമാണ് മോളുടെ ഇന്നത്തെ പ്രശ്നം. അല്ലെങ്കിൽ അത് കറക്റ്റഡ് ആണെങ്കിൽ ഈ തള്ളി പോകുന്ന, കാരണം ശ്വാസം എടുക്കുന്ന ഗ്യാപ്പിലാണ് താളം ഒന്ന് വിട്ടുപോകുന്നത്. അതും ഒരു ബീറ്റിന്റെ ഡിലേ ഒന്നുമല്ല, മൈക്രോ മില്ലി സെക്കൻഡ് ഡിലേ. പക്ഷെ ആ ഡിലേ വരുന്ന സമയത്ത് ഒഴുക്കില്ലായ്മ വരുന്നു, അതാണ് പ്രശ്നം. ആ കിട്ടുന്ന സമയത്ത് ലോങ് ബ്രെത്ത് എടുക്കുക, അപ്പം സ്റ്റോക്ക് ഉണ്ടാവും, കഴിഞ്ഞു പോവില്ല. ഇത് ചെറിയ ബ്രെത്ത് എടുക്കുമ്പോൾ വീണ്ടും എടുക്കേണ്ടി വരും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അതർവൈസ് എവറിത്തിങ് ഈസ് ഗുഡ്. ലാസ്റ്റ് മോള് സൈൻ ഓഫിൽ കൊടുത്ത എക്സ്പ്രഷൻ അമേസിങ്. പോട്ടെ, ചിലപ്പോൾ വി ഹാവ് അവർ ഓഫ് ഡേയ്സ് അല്ലേ. ഇതിനേക്കാൾ വളരെ ലോങ് ലൈൻസ് പാടിയിട്ടുണ്ട്, വളരെ അപ്ബീറ്റ് സോങ്സ് പാടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ഈ ബ്രെത്ത് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ പാട്ട് നമുക്ക് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് എന്തോ എനിക്ക് തോന്നുന്നു ഒരു അസുഖം. അപ്പോൾ ഈ പാട്ടിൽ അത് കറക്റ്റായിട്ട് ബ്രെത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എക്സ്പ്രഷൻസ് അടിപൊളി, സംഗതി അടിപൊളിയാണ്. എല്ലാ സംഗതിയും വരുന്നുണ്ട്, അങ്ങനെ പോലെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ആ ടെമ്പോയിൽ വരുന്നില്ല, അതാണ്. അത് പോട്ടെ, ഞാൻ വിട്ടു ഇന്ന്. പക്ഷെ ആ ലാസ്റ്റ് ലൈൻ കരയിപ്പിച്ചു കുറച്ച്. അങ്ങനെ ഓൾ ദി ബെസ്റ്റ്. ദേവനന്ദ കുട്ടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു പാട്ടിൽ കേട്ടോ. ആ ഒരു പ്രശ്നം ആ ഗ്രിഡിൽ കറക്റ്റായിട്ട് വരുന്നില്ല, ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട്. ഈ പാട്ട് പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ ബ്രത്ത് എവിടെ എടുക്കണം എന്നുള്ളത് നോക്കാതെ ശീലിച്ചു പോയിട്ടാണോ? അല്ല, ഞാൻ നേരത്തെ പാടിയപ്പോഴൊക്കെ ഒറ്റ ശ്വാസം തന്നെ എടുത്തു. ആണോ? ശ്വാസത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ലേ?
എന്താ ചെയ്യുന്നത്? എക്സസൈസസ് പ്രാണായാമം ചെയ്യും. അല്ലാതെ വോയിസ് നോട്ട് സസ്റ്റെയിൻ ചെയ്ത് ചെയ്യാറുണ്ടോ? എങ്ങനെ ചെയ്യാറ്? ഓരോ സ്വരം സാ രീ ഗ മ എല്ലാ സ്വരങ്ങളും മാക്സിമം ഒരു സാധനം ഒന്ന് പിടിച്ച് സാ ഒരു സസ്റ്റെയിൻ ചെയ്ത് പിടിച്ച് നോക്കട്ടെ. സാ ഇത്രയേ ഉള്ള ഈസി ആയിട്ട് പാടാല്ലേ ഈ പാട്ട്? സുഖമായിട്ട് പാടാം. ഇത്ര ഉണ്ടായിട്ടാണ് ഈ രണ്ട് വാക്കിന്റെ ഇടയിൽ കയറി. അതെ, അല്ല, ശ്വാസം അപ്പം മുഴുവനായിട്ട് എടുക്കുന്നില്ല, അതാണ് പാടുന്നതിന്റെ ഇടയിൽ, അതാണ് പ്രശ്നം. ഞാൻ നാളെ ഒരു കണ്ടസ്റ്റന്റ് അടുത്ത് പറഞ്ഞു, ഒരു പോസ്റ്റിന്റെ അവിടെ നിന്ന് മറ്റേ പോസ്റ്റ് വരെ സസ്റ്റെയിൻ ചെയ്ത് പിടിക്കാൻ. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ശ്വാസം മുഴുവൻ എടുക്കുക. ഞാൻ അവിടേക്ക് വരികയാണ്. ഓക്കെ, ഇനി ദേവൂട്ടി. ആ അവിടെ വരെ. അതുപോലെ ട്രൈ ചെയ്യുക. സമതലത്തിൽ നടന്ന് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ കയറ്റം കയറുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറേം കൂടി ഗുണം ചെയ്യും കേട്ടോ. വാ ഇങ്ങോട്ട് പോരെ. അവളവിടെ തിരിഞ്ഞു നിന്ന് പോയി. അവിടെ തന്നെ ചുമ്മാ നിങ്ങളുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, ഒരുമിച്ച് ഇങ്ങനെ മത്സരിച്ചൊക്കെ നടന്നു നോക്ക്. അപ്പോൾ നിങ്ങൾക്കത് ആ ഒരു ബ്രെത്ത് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. MSDക്ക് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 8.5 out of 10. താങ്ക് യു സർ. 8.75. താങ്ക് യു സർ. ദേവനന്ദ കുട്ടി, ഞാനും അനു മാമും ചേർന്ന് മോൾക്ക് തരുന്നു വീണ്ടും 8.5. താങ്ക് യു സർ. താങ്ക് യു. So you got 25.75 out of 30. താങ്ക് യു. That means ദേവനന്ദ ഒരു പോട്ടിക്ക് വീണിട്ടുണ്ട് അല്ലേ? നോ പ്രോബ്ലം, വലിയ വീഴ്ചയൊന്നുമല്ല. കം ബാക്ക്. ഓൾ ദി ബെസ്റ്റ്. യു ഹാവ് A extreme. താങ്ക് യു. Adiyore Congratulations, you are awarded A extreme. താങ്ക് യു സർ. പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഇനി എനിക്കൊരു കാര്യം MSD എടുത്ത് ചോദിക്കാനുണ്ട്. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം ഈ പാട്ടിന്ന് പാടാൻ വരുന്നു. അങ്കിളൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് പോകുമ്പം അന്ന് സംസാരിക്കത്ത് പോലുമില്ല ആരുമായിട്ട്. എല്ലാവർക്കും അറിയാം എൻ്റെ മൂഡ് എന്താണെന്ന് അറിയാം. ഒരു 10 മണി 11 മണി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മൂലയ്ക്ക് പാട്ട് പഠിക്കത്തൊന്നുമില്ല. പാട്ട് എനിക്കറിയാം, ഞാൻ മിണ്ടാതിരിക്കും. അതായത് ഒരു ഇൻറ്റേർണൽ വാമം. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല എൻ്റെ കാര്യം. എന്നിട്ട് 6:30 മണിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഒറ്റ കീറും കയറും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നാണ് ഒരു സന്തോഷം ബാക്കി വരുന്നത്. അതുവരെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക മാത്രമേ ഉള്ളൂ, പാടത്തില്ല. ഇന്ന് മോള് പാടാൻ വന്ന് ഇവിടെ പാടിയപ്പോഴത്തേക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ടായി. മോള് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു വട്ടിയിൽ മറ്റേ ലഡ്ഡുവും ജിലേബിയായിട്ട് 2 പേര് നടന്നിങ്ങനെ ഓരോരുത്തർ ആ വെയിലത്ത് നടന്നിങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു വിൽക്കുകയാണെന്ന് ചോദിച്ചാൽ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ബർത്ത്ഡേ ഒക്കെയാണ്, ഇരിക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും അങ്ങനെ ഈ വെയിലത്ത് നടന്ന് എത്ര നേരം നടന്നു? അവിടെ ഉള്ള എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് കടയും വെച്ചിരുന്നു അവിടെ അല്ലേ? എന്നിട്ട് അത് തന്നെ. എന്നിട്ട് ഇത് കടയും വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഈ വെയിലത്ത് 1 മണിക്കൂറിന് മേളിൽ ചെയ്തു. ഇത് ശരിയാണ്? നമ്മൾ പാട്ട് പാടാൻ വരുന്ന ദിവസമല്ലേ? അനുവിനെ വിളിക്കും, 2 പേരും കൂടെ അല്ലേ? ദിസ് ഇസ് സീരിയസ് കോമ്പറ്റീഷൻ. ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. മലയാളികൾ മാത്രമല്ല, സംഗീതം അറിയാവുന്ന എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഒരു അലസത നിങ്ങളുണ്ടാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ഒച്ചയ്ക്ക് ആരുടെങ്കിലും കൊടുത്തു വിട്ടാൽ പോരെ? അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ആഹാരം കഴിക്കുന്ന ഹാളിൽ വയ്ക്കുമോ, അങ്ങനെ വല്ലതും ചെയ്താൽ പോരെ. ഈ വെയിലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് ഈ വെയിൽ കൊണ്ട്, അതുകൊണ്ടാണ് ഇന്നത്തെ പാട്ട് പ്രശ്നമായത്. ഇല്ലെങ്കിൽ പാട്ട് നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടാൻ കഴിവുണ്ട്. എന്താണ് കാര്യം? ബൈ ടെൽ മീ. ഹനുവിനെ കൂടെ വിളിക്കും. ഹനുവിനെ അവിടെ പോയി. വരൂ. ഹലോ വരൂ. ഞാനിപ്പം
MSDക്ക് കൊടുക്കേണ്ട കൊടുത്തു. ഇത്രയും വെയിലത്ത് ഇങ്ങനെ പോകുന്നത് ശരിയാണോ? കാരണം നിങ്ങൾ പാട്ടുകാരില്ലേ, 1.5 മണിക്കൂർ വെയിലത്ത് നിന്നിട്ട് ഈ ലഡ്ഡു കച്ചവടവും ഇത് ശരിയാണോ? ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്, സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുക. ബാക്കിയുള്ള പിള്ളേരെ കൂടെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. നോക്ക് എത്ര കുട്ടികളാണ് അവിടെ വന്ന് വെയിലുള്ളത് നിങ്ങൾ കാരണം. വെയിലത്ത് ഉമ്മ കൊടുക്കുന്ന അതിനേക്കാളും പ്രശ്നം. ഇനി മേലും ചെയ്യരുത് കേട്ടോ. ഇപ്പൊ ഇത്രയും ചർച്ച വരാൻ കാരണം എന്താന്ന് വെച്ചാല് ദേവനന്ദേനെ പാട്ടിന് എഫക്ട് ചെയ്തു. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. ആരുടെ ഐഡിയ ആണ് ഇത്? ഞങ്ങള് പത്രയപ്പം നമ്മള് രണ്ടുപേരും. അല്ല, ആരാണ് ഈ ഐഡിയ ഇട്ട് ഇങ്ങനെ പലകയിൽ ഇതെടുത്തോണ്ട് പോയിട്ട് അവിടെ എല്ലാം കൊടുന്ന് കറങ്ങി പിള്ളേരെ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറയൂ. സീരിയസ് ആയിട്ട് ചോദിക്കുക, ആരാണ്? ഇനി ചെയ്യരുത് കേട്ടോ. ഓക്കെ, പ്രോമിസ്? ഓക്കെ, അതിനൊരു പെനാൽറ്റി ഉണ്ട്. 100% അതിനൊരു പെനാൽറ്റി ഉണ്ട്. ഓക്കെ, പോരട്ടെ. 10 പേര് കാണുമ്പോഴല്ലേ നിങ്ങളെ വിളിച്ച് പറയുന്നു. നിങ്ങൾക്ക് അങ്ങനെ അവിടെ നാട്ടുകാരുടെ ഒരു ഞൊട്ട് കിട്ടും. അങ്ങനെ പോരട്ടെ. വണ്ടി എത്തി. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ബോത്ത് യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹനുന ആൻഡ് ദേവനന്ദ. ഹാപ്പി ബർത്ത്ഡേ. രണ്ടുപേരും ഞാനും ചിലപ്പോ വിചാരിച്ചു സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് അറ്റം വരെ സംശയം ഉണ്ട്, ഇത് അഭിനയിച്ച് കൊളാക്കുവോ എന്നുള്ള പേടി. പിന്നെ എന്തായാലും അറ്റം വരെ എത്തി. അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. കേക്ക് കണ്ട പറയാതെ കണ്ടു. സന്തോഷത്തിന്റെ അടി, കുഴപ്പമില്ല. സന്തോഷ കണ്ണീരാണ്. അപ്പൊ ഞങ്ങള് വരണോ വെട്ടാൻ വേണ്ടി, അതോ നിങ്ങൾ വെട്ടിക്കുള്ളൂ? ആൾക്കൂട്ടം കേക്ക് വെട്ടാൻ അതിന് ഞങ്ങൾ ഒരു വിദഗ്ധയെ അങ്ങോട്ട് വിടാം. ഓക്കെ, ദ കേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫ് ടോപ്പ് സിംഗർ അനു രാധ ശ്രീറാം ഫ്രം ചെന്നൈ. എനിക്ക് ഇഷ്ടമാണ്. പാട്ടിന്റെ മധുര വനികയിൽ സ്നേഹനാദം തീർത്ത കുഞ്ഞച്ചൻ, വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. തറയ്ക്ക് വേദനിക്കും. നീ എന്ത് സ്ഥിരമായിട്ട് ഈ മഞ്ഞ കയറി പിടിച്ചിരിക്കുന്നു? ലക്കി ആയിട്ട് ഇത് കളറാന്ന് ചോദിക്കും അല്ലേ? ലക്കി കളറാണ്. ആരോ പറഞ്ഞു ഇതുപോലെ, പിന്നെ കാരണം ആ മഞ്ഞ ഇങ്ങനെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിന്റെ മുഖമൊക്കെ ഇങ്ങനെ തുടുത്തിരിക്കുക. വേവൻ ഇവിടെ കേറി വരുന്ന സമയത്ത് അവിടുന്ന് ഓടി ഒരു വരവില്ലേ, 2 കൈ ഇങ്ങനെ ഫ്ലൈറ്റ് വരുന്ന മാതിരി ഇങ്ങനെ ഓടി, അത് റൺവേ പോലെ ഇരിക്കുന്നുണ്ടാ വരുന്ന വഴി. അപ്പൊ മിക്കവാറും ഞാൻ വിചാരിക്കും അതുവഴി വന്നങ്ങ് പറന്നു പോവോ മോള്, വീണ് മാറ്, പറക്കാൻ പോവാ അല്ലേ? അതൊരു സ്റ്റൈലെന്ന് തോന്നുന്നു, ആരും തള്ളി വിട്ടതുപോലെ 2 കൈ ഇങ്ങനെ ആക്കി ഇങ്ങനെ പറന്നു വരും അല്ലേ? അതിനാൽ എപ്പോ ഓടിയാലും അങ്ങനെ ഓടും. അല്ല ബെവനും താഴെ വെള്ളമുള്ള പോലെ അവിടെ നടത്തുന്നത്. കയ്യും കൂടി ഇങ്ങനെ ഇരിക്കും. മക്കളെ, സാർ ഏത് പാട്ടാ? മേഘം പൂത്തു തുടങ്ങി. പപ്പേട്ടന്റെ പടത്തില് തൂവാനത്തുമ്പുകൾ. അത് തന്നെ ആണല്ലേ? ആണല്ലേ? മോനെ, ഇതാണ് പത്മരാജൻ സാറ്. അദ്ദേഹം കഥ എഴുതി, തിരക്കഥ എഴുതി, ഡയറക്റ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഒരു എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. ഒരെണ്ണം പോലും എന്താണ് ബിലോ ആവറേജ് ഇല്ല.
എല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. അത്രത്തോളം ശക്തനായിട്ടുള്ള എഴുത്തുകാരൻ, വളരെ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർ. എൻ്റെ സ്വന്തം ചേട്ടനായിരുന്നു. എൻ്റെ ചേട്ടനും പപ്പേട്ടനുമായിട്ട് ഒരുമിച്ച് ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അതൊക്കെ വിട്ടിട്ട് ജഗതിയിൽ ഒരു ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണ് പപ്പേട്ടൻ കഥ എഴുതുന്നത്. ഞാൻ അവിടെ ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയില്ല. എൻ്റെ ചേട്ടനായിരുന്നു. മ്യൂസിക് ഡയറക്ടർ ആരാ? പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ. രവിച്ചേട്ടനും അതുപോലെ തന്നെ ചെയ്ത പാട്ടുകൾ കുറച്ചേ ഉള്ളെങ്കിലും ചെയ്തതെല്ലാം മുത്തുകളാണ്. അതെ, മേഘം പൂത്തു തുടങ്ങിയൊക്കെ എത്ര പ്രാവശ്യമാണ് നമ്മൾ ഗാനമേളയ്ക്ക് പാടിയിരിക്കുന്നത്. ഇനിയും കേട്ട് കഴിഞ്ഞാലും മടുക്കില്ല. നീ അത് കലക്കും. താങ്ക് യു സാർ. ശ്രദ്ധിച്ച് പാടും. താങ്ക് യു സാർ. വളർന്നേറും
ബവൻ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ബവന്റെ കഴിവ്. പല പാട്ടിലൂടെയും ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇഞ്ചിഞ്ചായിട്ട് അറിയോ? അറിയത്തില്ല സാറേ. അറിയാം. എന്നാൽ ആ ഇഞ്ചിഞ്ച് ഒരു ഇഞ്ച് പോലും പോവാതെ ഇഞ്ചി കുഞ്ചിയായിട്ട് എന്റെ ബവൻ മോൻ പാടി. അതിനാണ് ഒരു വലിയ കൈഡി. താങ്ക് യു സാർ. സൂപ്പർ സെലക്ഷൻ. എനിക്കൊന്നും പറയാനില്ല. സത്യം ഞാൻ വളരെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഇതിന്റെ ഭാവം കൊടുക്കേണ്ടടുത്ത് ഭാവം, ഈ എത്തേണ്ടടുത്ത് എല്ലാം എത്തി, വരികളെല്ലാം ഓർത്തു. പിന്നെ ടോപ്പ് ബാൻഡ് സൂപ്പർ കാലക്കി. എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനിത് പാടിയിട്ടുണ്ട് പണ്ട്, എറണാകുളത്താണെന്ന് തോന്നുന്നു, നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഈ പാട്ട് മോന് ഫുൾ ഓർക്കസ്ട്രയിൽ, അതായത് ഒരു 30 വയലിന്, ഒരു 10 വിയോളോ, ഒരു 4 ചെല്ലോ, ഒരു ഡബിൾ ബാസ്, അതൊക്കെ വെച്ചിട്ട് മോൻ ഇങ്ങനെ പാടുന്നത് അങ്കിള് സ്വപ്നം കാണുകയാണ് ഇൻ ഫ്യൂച്ചർ. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. ഗോഡ് ബ്ലെസ്. മോന് ഈ പാട്ട് പാടിയില്ലേ, ഈ പാട്ട് പാടിയപ്പോൾ അങ്കിളിന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അവിടെ ഇരുന്നുകൊണ്ട് അറിയില്ലായിരുന്നു. കാരണം അങ്കിള് മോൻ പാടുന്നതും ഈ ഓർക്കസ്ട്ര വായിക്കുന്നതും എല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിലാകെ ഒരു ചെറിയൊരു സംഭവം മാറിപ്പോയത് അദ്ദേഹത്തിന്റെ ശബ്ദം മാറി മോന്റെ ശബ്ദമായി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയില്ല. ടോപ്പ് ബാൻഡ് പിന്നെ ഡിറ്റോ അത് തന്നെ, ഒരു സംശയമില്ല. മോൻ പാടിയപ്പം ആ ഒരു ശബ്ദം മാറി ഇത് വന്നു എന്നല്ലാതെ പാടിയതിൽ ഒന്നും തന്നെ മാറിപ്പോയോ അല്ലെങ്കിൽ മോന്റെ സ്റ്റൈലായി പോയോ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്യൂർലി ഒരു അത്ഭുതം തന്നെയാണ് നമുക്ക്. അങ്കിളിന്റെ ജീവിതത്തിൽ കാണാത്ത പോലത്തെ കുട്ടികളെയാണ് അങ്കിൾ ഈ ഷോന് വന്നിട്ട് കണ്ടതും. അപ്പം അതിൽ ഇങ്ങനെ പാടുന്നൊരു കുട്ടീനെയും കൂടി കണ്ടു കഴിഞ്ഞപ്പം അങ്കിളിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് വളരെ ഇഷ്ടം കെട്ടിപ്പിടിച്ചത്. പിന്നെ ടോപ്പ് ബാൻഡ് ഓരോ ആളെ എണ്ണി പറയാൻ എനിക്ക് പറ്റില്ല. എല്ലാരും ഒരുമിച്ച് അങ്ങ് പൊളിച്ചു. അസാധ്യമായിരുന്നു. സ്പെഷ്യലി ആദ്യത്തെ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ഉള്ള വയലിൻ റൺസും പിന്നെ ഫ്ലൂട്ട് ആണെങ്കിലും തബല ഡോലി ആണെങ്കിലും എല്ലാവരും ഇതിൽ വളരെ ബിസി ആയിരുന്നു. നിങ്ങളോട് എല്ലാവരും നമ്മൾ വലിയ താങ്ക്സ് പറയാണ്. ലോകമെമ്പാടുള്ള മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ബാൻഡാണിത് ടോപ്പ് ബാൻഡ്. എന്താ പറയണ്ടേ, പൊളിച്ചടുക്കി. ഓക്കെ, അച്ചടിച്ച വെച്ച പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ദാസേട്ടൻ പാടിയ പോലെ തന്നെ മാക്സിമം അത് അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പാട്ട് നമ്മുടെ മലയാളത്തിന് സമ്മാനിച്ച പെരുമ്പാവൂർ മാഷ്, അദ്ദേഹത്തിന് ഞങ്ങളുടെ വക നമസ്കാരം. ഇന്നും പതേ കണ്ട ബവൻ പാടുന്ന കണ്ടില്ലേ, അദ്ദേഹം ഉണ്ടാക്കി വെച്ച പാട്ട് ഇത്ര മനോഹരമായിട്ട് ഇവിടെ ഞാൻ വേറെ ആരും ഇത്ര കുട്ടിക്കാലത്ത് ഇത്രയും ചെറിയ കുട്ടികൾ ഇതുപോലെ ഈ പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. അത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വലിയ ഗായകനായാലും ശരി ഇത്ര പൂർണ്ണമായിട്ടുള്ള പെർഫെക്ഷനോട് കൂടി പാടി കേട്ടിട്ടില്ല കേട്ടോ. എന്തായാലും കൺഗ്രാജുലേഷൻസ്. ഇയാളല്ലേ ഇവിടെ ഉള്ള ആള്, അവിടെ ഇരുന്നിട്ട് ഓരോ സംഗതി പാടുമ്പോഴും എന്നെ പേടിപ്പിച്ച് അങ്ങനെ അങ്ങനെ. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ അങ്ങനെ വലുതായിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ടോ പാടുമ്പോ? ചെറുതായിട്ട് ഇവിടെ നിന്ന് ചെറുതായിട്ട് കേൾക്കുന്നെങ്കിൽ എനിക്ക് എത്രത്തോളം കേൾക്കുന്നു അല്ലേ. പക്ഷെ അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. അത്രത്തോളം മോന് മനോഹരമായിട്ട് പാടി. ഒരു അക്ഷരം വിടാതെ, ഒരു സംഗതി വിടാതെ, ഒരു ബ്രെത്ത് പോലും വിടാതെ അങ്ങനെ ഇത് ഫലിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗർ ആരാ? പിന്നെ ഞങ്ങളെ വെല്ലാൻ ആരുണ്ട്? ഇല്ല. യു ആർ മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പിന്നെ ഇതിന്റെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. രവിചേട്ടൻ ഓഫ് കോഴ്സ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരാണെന്നറിയും? അറേഞ്ച് ചെയ്തതാണ് മോഹൻ സിത്താര. അപ്പൊ മോഹന് ഒരു വലിയ ഹായ് പറയും. ഈ പാട്ടിന്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാരെയും അവിടുന്ന് ഒറ്റയടിക്ക് പൊക്കിയെടുത്ത് തെറിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന ബവന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇനി സസ്പെൻസ് ഒന്നും വേണ്ട. എല്ലാവർക്കും ഒരേ മാർക്കേ ഉള്ളൂ. ശ്രീകുട്ട ചേട്ടൻ പറയും എന്താണത്?
എന്നാൽ ഇവന്റെ ഈ വരവില്ലേ, ആ വരവ് വന്ന് അവൻ പറക്കുന്നു പറഞ്ഞാൽ അവൻ ആ പറന്ന് തന്നെ കാണിക്കും. പാടി പറന്ന് കാണിക്കും അവൻ. പാടി പറന്നു. യെസ് സാറേ, ഒരു അടിയൊരു പോക്കറ്റ്. Congratulations, you are awarded a golden crown. Thank you, sir. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സ്വപ്ന സംഗീത വേദിയിൽ പാട്ടിന്റെ മധുരവുമായി അമൃതക്കുട്ടി എത്തുന്നു. വെൽക്കം അമൃത വർഷിണി ഓൺ സ്റ്റേജ്. അമൃതക്കുട്ടിയുടെ നടന്നുള്ള വരവും ആ ചാട്ടവും അതെ, നല്ല രസമുണ്ട് കാണാൻ. അമൃതക്കുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ? അവള് ഈ ഇറക്കമുള്ള ഉടുപ്പിട്ടിട്ടേ ഇപ്പൊ മുട്ടുവരെയുള്ള ഫ്രോക്ക് ഇട്ടാലും ഇങ്ങനെ പൊക്കി പിടിക്കും. അതെ, അതെ, അതെ. എന്നിട്ട് അതെന്താ അങ്ങനെ? അതെന്താ അതെന്താ അങ്ങനെ? സംഭവം? അതങ്ങനെ ഓടുമ്പോ അങ്ങനെ ടെൻഡൻസി വരും. ആണല്ലേ? ഏത് പാട്ടാ പാടുന്നത്? ഇന്ന് ഞാൻ താലോലം പൈതൽ താലോലം. താരാട്ട് പാട്ട് പാടാൻ ഇങ്ങനെ ഒരു ഗെറ്റപ്പില് വന്നു അല്ലേ? കൊള്ളാം. അപ്പൊ ഒന്ന് പൊളിച്ചെടുക്ക്, നോക്കട്ടെ, കേക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താലോലം പൈതൽ
നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി മോളെ, വളരെ രസകരമായിട്ട് പാടി. വിദ്യാരൻ മാഷെ പറ്റി പറയേണ്ട കാര്യമില്ല. എനിക്ക് വിദ്യാരൻ മാഷ പാട്ട് പാടാൻ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഹൈ പിച്ചിലോട്ടേ ഉള്ളൂ പാട്ടുള്ളൂ ഈ കമ്പോസിങ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ പിച്ചിൽ അദ്ദേഹം ഒരുപാട് സംഗതിയൊക്കെ ഇടും. അദ്ദേഹത്തിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ വളരെ ഭാവാത്മകമാണ്. ഇതിനകത്ത് കണ്ടില്ലേ, ഇപ്പം ചുണ്ടിൽ ചിരിവിരി എന്നൊക്കെ ഉള്ള പോർഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ വലിയ പ്രയാസമാണ് അത് പാടാൻ. ഇന്ന് മോള് നന്നായിട്ട് പാടി, ഒരു 80% പെർഫെക്റ്റ് ആയിട്ട് പാടി. ടോട്ടലായിട്ട് എല്ലാം നന്നായിരുന്നു. പിന്നെ പൂമിഴിയിൽ ലാസ്റ്റ് പല്ലി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ബട്ട് ടോട്ടാലിറ്റി നോക്കുമ്പം മോള് അതിഗംഭീരമായിട്ടുള്ള ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അതിനകത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ദ ഫീൽ യു ഹാവ് ഗിവൺ ടു ദ സോങ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പോളിച്ചടുക്കി രക്ഷയില്ല പാടിയത്. എനിക്ക് മോളുടെ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എപ്പോഴും, ചില സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് പറഞ്ഞിട്ടില്ല, മോളുടെ ടോൺ വളരെ റിച്ചാണ്. അതായത് വളരെ ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ മൈക്ക് ഫ്രണ്ട്ലി ടോണാണ്. ആ ടോണിൽ കാര്യമായിട്ടും നമുക്ക് അതിനെ രക്ഷപ്പെടുത്താനൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും മോളുടെ അടുത്ത് ആ ടോണിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടും കിട്ടട്ടെ, അതിന് കൂടെ ഒരു അരലോട് അല്ലെങ്കിൽ ഒരു ലോഡ് കാറ്റ് കൂടെ വിടല്ലേ എന്ന് എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന നിധിയാണ്. അത് നമുക്ക് കിട്ടണം ഇവിടം വരെ. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഈ പാട്ടിനെ സംബന്ധിച്ച് ഇത് ഓക്കെയാണ്. എനിക്ക് ഓവറായിട്ട് ഇല്ലേ മധു, എന്ത് തോന്നുന്നു? ഓവർ അല്ലല്ലോ? അല്ലല്ലോ, അത് ഓക്കെയാണ് അനുജി. ഈ പാട്ടിൽ അന്ന് ആദ്യം കൊടുത്ത വാർണിംഗ് പ്രശ്നമൊന്നും ഇല്ലല്ലോ? അല്ല, പക്ഷെ കുറച്ച് വോയിസ് ഫുൾ റൗണ്ടഡ് ആയിട്ട് പാടാൻ ചില സ്ഥലങ്ങളിൽ ശ്രമിച്ചു. അത് വളരെ ഭംഗിയായിരുന്നു. ഹൈ പിച്ച് പോകുമ്പോൾ തിന്നാവുന്നുണ്ട് വോയിസ് അല്ലാതെ, അതാണ് പ്രശ്നം. പിന്നെ വേറൊരു പ്രശ്നം എന്താ അറിയോ? നമ്മളുടെ ഈ ഷോ വരുന്ന സമയം എപ്പോഴാണ്? ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് മോളുടെ പാട്ട് ടി വിയിൽ വന്നു, ഫുഡൊക്കെ എടുത്ത് വെച്ചിരിക്കാന്ന് വെച്ചോ, ആ മൂടി വെക്ക്, അമൃതവർഷിനി പാടുക, കാറ്റ് വരും, തണിഞ്ഞു പോകും എന്ന് പറയും ഇല്ലേ? അതുകൊണ്ട് നെക്സ്റ്റ് ചോദ്യമായിരിക്കും 2021 കിടക്കട്ടെ. അതാണ്. അപ്പൊ അത് ഓർത്തിട്ടെങ്കിലും മോള് കാറ്റ് കുറയ്ക്ക്. എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുടെ ഭക്ഷണം തണിഞ്ഞു പോകും. ഇന്ന് സത്യത്തിലെ ഒരു അമൃതത്തിന്റെ ഒരു ഫീൽ കിട്ടി നമുക്ക്. അങ്ങനെ ഓരോ സംഗതിയും, എസ്പെഷ്യലി പല്ലവി തകർത്തു പാടി, ആ ഓരോ സംഗതി മണി പോലെ പാടി. അതെനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. മോൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫുൾ ടോൺ കിട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ, ബിക്കോസ് വളരെ ഹസ്കി അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഫുൾ ടോൺ കിട്ടുമ്പം ആ ഒരു ഹസ്കീൻ്റെ ഒരു പ്രോമിനൻസും കിട്ടുന്നു, ആ ഫുൾ ടോണിൻ്റെ ബ്യൂട്ടിയും കിട്ടുന്നു, അപ്പോൾ എല്ലാം കിട്ടുന്നു അതിൽ. അപ്പോൾ ഒന്ന് ഈ റൗണ്ട് ടോൺ വരാൻ ശ്രമിക്കണം. ഐ ഹാവ് നത്തിങ് ടു സേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പല കോമ്പറ്റീഷൻസിൽ നമ്മൾ കേൾക്കുന്നുണ്ട് പാട്ട്, പക്ഷെ നമ്മുടെ ടോപ്പ് സിംഗേഴ്സിൽ കുട്ടികൾ പാടുന്ന രീതിയിലെ ആ ഒരു സ്റ്റൈലും ആ ഒരു ഫ്ലെയറും അത് കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഐ തിങ്ക് ഐ എം വെരി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ടോപ്പ് സിംഗർ. ഓസം. എനിക്ക് ഒരു ഓസ്ട്രേലിയ തരാം. തുझको जब तन्हा कभी पाना तो अज़रा लिहाज, तुझको जब तन्हा कभी पाना तो राहे लिहाज, हाल दिल बातों ही बातों में जताना याद है, हमको जब तक आशिकी गाओ ज़माना याद है, चुपके चुपके रात दिन आंसू बहाना माशाअल्लाह. ये आपके लिए, खास आपके लिए. ഒരു രണ്ടാഴ്ചത്തേക്ക് ആ തൊണ്ട ഒന്ന് കടന്നു വരൂ, കുറച്ച് സംഗതികൾ പാടി ഇട്ടിട്ട് വരാം. റെക്കോർഡായിട്ട് കിടക്കുമ്പോൾ അവിടെ കടന്നുള്ളൂ. അയ്യോ, വാട്ട് ആൻ ഓണർ. താങ്ക് യു. ആ പേര് ശരിക്കും അർത്ഥവത്താണ് കേട്ടോ. സത്യത്തില് അല്ലേ, അർത്ഥവത്തല്ലേ? അമൃതം പൊഴിയുന്ന ഒരു ശബ്ദമാണ് കിട്ടിയിട്ടുള്ളത്. അത് എന്തായാലും വളരെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ഈ പാട്ട് മോളിപ്പം വളരെ നന്നായിട്ട് തന്നെ പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. മോള് നല്ലൊരു കഴിവുള്ള ഗായികയാണ്. എനിക്കിപ്പോൾ
ഇത് കേട്ടപ്പോൾ ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് എന്നുള്ള പാട്ടില്ലേ, അതാണ് ഓർമ്മ വരുന്നത്. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. അപ്പോൾ ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഉറക്കെ ഹലോ പറയാൻ പഠിച്ചോ? ഒന്ന് കേൾക്കട്ടെ. ഹലോ അയ്യോ അയ്യോ കരയിക്കല്ലേ മോളെ. അങ്ങനെയല്ല, ഒന്നുകൂടി ഹലോ സർവശക്തി വിളിച്ച് ഹലോ വിളിച്ച്. ഹലോ. ഏകദേശം ചിരിക്കാനുള്ളൊരു ഫോർമാറ്റ് കിട്ടിയില്ല, അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഉറക്കെ ചിരിക്കാം. ആണോ? ഓക്കെ ഓക്കെ. ശരി, അപ്പൊ അങ്ങനെയൊക്കെ ശ്രമിച്ചോണ്ട് വരൂ കേട്ടോ. ഫോർമാറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കേ. ഓക്കെ ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. നമ്മളെല്ലാരും കണ്ണുപയോഗിച്ചാണ് കരയുന്നത്. കണ്ണില്ലാതെ കരയുന്ന ഒരാൾ. എനിക്കിതറിയാം. സോൾട്ട് എന്തിനാ? കറിഞ്ഞു പോവല്ലേ? ഗ്ലിസറിൻ. അല്ല, അത് കണ്ണിൽ കറക്റ്റ് അല്ലേ? സോൾട്ട് കറിഞ്ഞു പോവല്ലേ? കണ്ണില്ല സോൾട്ടിന്. കരിഞ്ഞു പോവല്ലല്ലോ, അത് അലിഞ്ഞു പോവല്ലേ. അത് കറയും, തമിഴില് കറയുമാണ്. കണ്ണില്ലാതെ കരയുന്ന ഒരാൾ. കണ്ണില്ലാതെ കരയുന്ന ഒരാൾ. അല്ല, ഒരാൾ. കണ്ണില്ലാതെ കരയുന്നതാര്? അത് കറയുന്നു. ആരാ? Come on. Okay, അങ്ങനെ മിണ്ടണ്ട. Okay, next. ഓണിയൻ. ഒനിയനാണോ മേഡം വരാ? ഇല്ല, ഓണിയൻ. മേഘം. അമ്രൂട്ട്സിന് ഞാൻ തരുന്ന മാർക്ക് 8.75. താങ്ക് യു സർ. അമൃതക്കുട്ടി, എന്താ സർ? ഞാൻ തരുന്നതും 9.5. താങ്ക് യു സർ. അമൃതക്കുട്ടിക്ക് ഞാനും അനുമാമും ചേർന്ന് തരുന്നു 9.75. താങ്ക് യു സർ. So you got 28 out of 30. സർ. And that means മോൾ ഇന്ന് നേടിയെടുത്തിരിക്കുന്നത് a golden crown. ആടി മച്ചാനെ ഒരു കുസൃതി പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. AC വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ മൈജി ഒരുക്കുന്ന സൂപ്പർ കൂൾ AC ഓഫറിലൂടെ ഇഷ്ടപ്പെട്ട മോഡൽ AC കൂളായി തിരഞ്ഞെടുക്കാം. ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡൽ കൺവേർട്ടബിൾ ഇൻവേർട്ടർ ACകളുടെ വൈവിധ്യമാർന്ന കളക്ഷനാണ് മൈജി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ACകൾക്ക് 10 വർഷം കംപ്രസർ വാറണ്ടിയും കൂടി ലഭിക്കുന്നു. വമ്പിച്ച ഡിസ്കൗണ്ടും ഫിനാൻസ് സൗകര്യങ്ങളും മൈജിയുടെ പ്രത്യേകതയാണ്. കൂടാതെ തിരഞ്ഞെടുത്ത മോഡൽ ACകൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റെബിലൈസർ സൗജന്യമായി നേടാം. മൈജിയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ഷോറൂമുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇനി വേറൊരു റേഞ്ച് ഓഫറുകളോടെ നിങ്ങളുടെ ഫേവറേറ്റ് മോഡൽ AC സ്വന്തമാക്കൂ മൈജിയിൽ നിന്നും. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. MG അങ്കിളെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഓ, നമ്മുടെയൊക്കെ സ്വന്തം കോട്ടയത്തിന്റെ അഭിമാനം ബെവൻ. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ് നമ്മുടെ ബെവൻ കുട്ടന്റെ വകയാണ്. ബെവന്റെ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പൊ കേൾക്കാം.
തീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്ത് കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും 90+ മൈ ട്യൂഷൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും topsinger@flowers.tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ 811199909113 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയക്കുക.